പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ സ്മൂതി എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ചെയ്യാൻ പോകുന്നത്. മാംഗോ ആണ് മെയിനായിട്ടുള്ള സാധനം, പിന്നെ ചിയ സീഡ്സ്. ഇത് വെയിറ്റ് ലോസിനും നല്ലതാണ്. മാംഗോ നല്ലതുപോലെ ഫൈബർ ഉള്ളതാണ്. അതുകൊണ്ട് വലിയ ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്തവർക്കൊക്കെ ഇത് റെഗുലറായിട്ട് കുടിക്കാം. ഡയബറ്റീസ് ഉള്ളവരൊന്ന് പിടിച്ച് കുടിക്കാം. മാംഗോ ഞാനിവിടെ ക്യൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അടിച്ചെടുക്കണം. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതൊരു കുറച്ച് ബീറ്റ്റൂട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ടിന് ഇതിനകത്ത് എന്താ കാര്യം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതിനകത്ത് കാര്യമുണ്ട് അല്പം. പിന്നെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് 1 സ്പൂൺ ചിയ സീഡ്. മാങ്ങയുടെ അളവ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മതി. പിന്നെ അത് കൂടുതലിടുന്നതിന് ഒരു കുഴപ്പമില്ല, ബിക്കോസ് അത് വെയിറ്റ് ലോസിന് ഭയങ്കര നല്ല സാധനമാണ്. അപ്പോൾ അതിനകത്തേക്ക് അല്പം പാലൊഴിക്കുകയാണ്, ഒന്ന് സോക്ക് ചെയ്യണം നമുക്ക്. അല്പം പാലൊഴിച്ചു. അതുപോലെ തന്നെ അതിനൊരല്പം ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു സ്പൂൺ ഹണിയാണ്, തേൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീറ്റ്റൂട്ടില്ലേ, അതിലേക്കൊരല്പം പാൽ ഒഴിച്ച് അതുകൂടെ വയ്ക്കാം. അതിൻ്റെ കളർ നമുക്കൊന്ന് വേണം, അതിൻ്റെ കൂടെ തന്നെ ആ ബീറ്റ്റൂട്ടിൻ്റെ ഗുണവും നമുക്ക് കിട്ടും. നമുക്കിനി ഈ മാങ്ങ ഒന്ന് അതിൻ്റെ മാങ്ങയുടെ പൾപ്പ് എടുക്കാം. അതിനകത്ത് പഞ്ചസാരയോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന പാല് അതല്ലെങ്കിൽ ഹണി, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഓപ്ഷനിലാണ് കേട്ടോ. അത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതല്ലാതെ ചിയ സീഡ് വെറുതെ ഹണിയും യൂസ് ചെയ്യാതെ പാലും യൂസ് ചെയ്യാതെ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാംഗോ ഞാൻ പൾപ്പ് എടുക്കാൻ പോവുകയാണ്. പാലും ഹണിയും ഈ 2 സാധനവും ഇതിനകത്ത് ഓപ്ഷനിലാണ്. അപ്പം പാലിന് പകരം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ റെക്കോർഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസില്ലേ, അത് മാത്രം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അത് റെക്കോർഡ് ചെയ്യാൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഈ ബീറ്റ്റൂട്ടിൻ്റെ പീസ് ഇട്ടില്ല, ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് മാത്രം ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കളറാക്കി വെച്ചു. വേണ്ടേ കളർ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ മാംഗോ ഞാൻ പറഞ്ഞ ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിരുന്നതുകൊണ്ട് ഓൾറെഡി നല്ല തണുപ്പാണ്. അവിടെ ഇതെല്ലാം ഇപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യത്തിന്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഈ ബിറ്റ്സ് ആൻഡ് പീസസ് ഉണ്ടല്ലോ ബീറ്റ്റൂട്ടിൻ്റെ, അത് ഇതിനകത്തിടാം. എന്നിട്ടൊന്ന് ഇളക്കണം. കാര്യം ഇതിനകത്തൊരു മൊസൈക്ക് പോലൊരു ഫീലിംഗ് വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കലാപരമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അതായത് പിസ്തയാണിത്, അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സിൻ്റെ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേരെ. കാര്യം അതൊന്ന് ഇങ്ങനെ കുടിക്കുമ്പോഴൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് പോലെ ആകും. അപ്പം നട്ട്സും ഇട്ടതാണ്. ഇതുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ, അതായത് മൊസൈക്കൊക്കെ ഇട്ടതാണ് കേട്ടോ. അതുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് അതിലേക്ക് ഒഴിക്കാം. അടുത്ത ലെയർ നമ്മുടെ ബിരിയാണി ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി അതിന് മുകളിലേക്ക് പിന്നെ നമുക്ക് ഈ ചിയ സീഡ് ഇടാം. ആ ചിയ സീഡിൻ്റെ ലെയറിന് മുകളിലേക്ക് നമുക്ക് ഈ പിസ്താഷ്യൂസ് ഇടാം. അത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം. ആ കാര്യം നട്ട്സ് ഇടയ്ക്കുണ്ടെങ്കിൽ ഒരു നല്ല രസമാണ്. വാൾനട്ടോ എന്തെങ്കിലും, പിന്നെ പിസ്ത ഇട്ടാൽ കളർ കോമ്പിനേഷൻ ഒന്നും ശരിയാകും എന്നുള്ളതേ ഉള്ളൂ. അതിന് ശേഷം നമ്മുടെ മാംഗോ ആണല്ലോ ഇത് സംഭവം. ഫൈനലി നമ്മുടെ ആ ബീറ്റ്റൂട്ടിൻ്റെ ഇതോട് മേലിടാം. ഇപ്പോൾ ഏകദേശം ഏതാണ്ട് ഫുള്ള് സംഭവമായി. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ചിയ സീഡ് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ്. യു സ്റ്റേ സേഫ്.